ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വീട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2024 പുതിയ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീട് മെയിൻ്റനൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു സ്കീമാണിത്. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ, അതായത് സമുന്നതി നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതി. ഇത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇത് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട പദ്ധതിയാണ്. പോസ്റ്റ് വഴിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ അനുബന്ധ രേഖകളും ഒക്കെ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന സൈറ്റിൽ കിട്ടും. മാർഗനിർദ്ദേശം വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. മുന്നോക്ക വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ മുന്നോക്കത്തിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന വളരെ ചുരുക്കം പദ്ധതികളിലൊന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ മുന്നോക്കക്കാർ മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക. ഇതിൽ കുറച്ച് നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിബന്ധനയൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. ആ നിബന്ധനകളിൽ ചിലത് ഞാനിവിടെ പറയാം. ഇതിൽ കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പുനരുദ്ധാരണം ചെയ്യേണ്ട വീടും അതിരിക്കുന്ന വസ്തുവും ആരുടെ പേരിലാണോ അവർ വേണം ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ റേഷൻ കാർഡ് മുൻഗണന AAY അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം, അതായത് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡുകാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീട് ഉൾപ്പെടുന്ന വസ്തുവും ഒന്നിലധികം വ്യക്തികളുടെ പേരിലാണെങ്കിൽ അതിനുവേണ്ടി നോട്ടറിയിൽ നിന്നൊരു സമ്മതപത്രമൊക്കെ വാങ്ങേണ്ടതുണ്ട്. ഈ സ്കീമിൽ പരമാവധി 2 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. അത് തിരിച്ചടവില്ലാത്ത ധനസഹായമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഈ 2 ലക്ഷം രൂപ 2 ഘട്ടമായിട്ടാണ് കിട്ടുന്നത്. അത് നിങ്ങളുടെ വീടിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടാവും. അവിടെ ഓഫീസേഴ്സും എൻജിനീയേഴ്സൊക്കെ വന്ന് നിങ്ങളുടെ വീടിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടായിരിക്കും അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കുന്നത്. അതനുസരിച്ച് 2 ഘട്ടമായിട്ടാണ് ഈ തുക കിട്ടുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം സെപ്റ്റംബർ 10 വൈകുന്നേരം 5 മണി വരെ. ഇതിന് ശേഷമുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും സ്വീകരിക്കുന്നതല്ല. ആപ്ലിക്കേഷൻ ഫോം കമ്പൽസറി ആയിട്ടും ആപ്ലിക്കേഷനോടൊപ്പം വയ്ക്കണം. അതും 2024-25 ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ വയ്ക്കുക. പഴയ ആപ്ലിക്കേഷൻ ഫോം ഒന്നും വെക്കാതിരിക്കുക. ആപ്ലിക്കേഷൻ ഫോമിൽ തീയതിയും സൈനും എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെ അയക്കുക. ഇതിനോടൊപ്പം 2 സാക്ഷ്യപത്രം കൂടി വയ്ക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സാക്ഷ്യപത്രം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് വീടിന് വേണ്ടി വേറെ ധനസഹായമോ ആനുകൂല്യം ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് പൂരിപ്പിച്ചിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അവരിൽ നിന്ന് സീലും സൈനും എല്ലാം ഇതിൽ വാങ്ങിച്ചു വയ്ക്കുക. രണ്ടാമത്തെ സാക്ഷ്യപത്രം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഈ വിധവ, അവിവാഹിത അല്ലെങ്കിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയ, ആശ്രയമില്ലാത്ത അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ സാക്ഷ്യപത്രം. അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും വയ്ക്കുക. ആപ്ലിക്കേഷനോടൊപ്പം വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പറഞ്ഞേക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് വയ്ക്കുക. പാസ്ബുക്കിൻ്റെ കോപ്പി വയ്ക്കുമ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി തന്നെ വയ്ക്കുക. അത് ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വയ്ക്കുക. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിൻ്റെ കവറിൽ ഭവന സമൃദ്ധി 2024-25 പദ്ധതിയിലേക്കുള്ള അപേക്ഷ എന്ന് നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തേക്കും. ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് ഏറ്റവും അവസാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് സ്ക്രോളായിട്ട് പോകുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് 2 തരത്തിൽ കിട്ടും. ഒന്ന് കുടുംബ വാർഷിക വരുമാനവും ഒന്ന് വ്യക്തിഗത വാർഷിക വരുമാനവും. ഇവർ വ്യക്തിഗത വാർഷിക വരുമാനം ഇതിൽ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ അത് വെക്കുന്ന എല്ലാവരും റിജക്റ്റ് ആവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാനൊരു ഡെമോ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ആനുവൽ ഫാമിലി ഇൻകം ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഈ ആനുവൽ ഫാമിലി ഇൻകം എന്ന സ്ഥലത്ത് ആനുവൽ ഇൻഡിവിജ്വൽ ഇൻകം എന്നും കിട്ടാറുണ്ട്. അപ്പം ആനുവൽ ഇൻഡിവിജ്വൽ ഇൻകം അല്ല നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിലെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത് റിജക്റ്റ് ആവും. ആനുവൽ ഫാമിലി ഇൻകം, അതായത് കുടുംബ വാർഷിക വരുമാനം മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിൽ ഇതുപോലെ വീട് പുതുക്കാനോ പുനരുദ്ധാരണത്തിനോ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വീട് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ വീട് വെക്കാൻ വേണ്ടിയല്ല ഈ സ്കീം. അപ്പോൾ അതും ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്.